ഇത് വേലായുധൻ. കല്ലാർകുട്ടി ഡാമിന്റെ ഓരത്താണ് ഇദ്ദേഹം താമസിക്കുന്നത്. ചോർന്നൊലിക്കുന്ന ഈ വീട് പൊളിച്ചു നീക്കി പുതിയതൊന്ന് പണിയണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. ഇതിന് സ്വന്തമായി പണമില്ല. ലൈഫ് പദ്ധതിയാണ് ആശ്രയം. അപേക്ഷ നൽകി അത് അനുവദിക്കുകയും ചെയ്തു. എന്നാൽ വില്ലേജിൽ നിന്നും നിരാക്ഷേപ പത്രം നൽകാത്തതിനാൽ വേലായുധന് വീട് നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. നിരാക്ഷേപ പത്രം നൽകാത്തതിന് ഒരു കാരണമേ ഉള്ളൂ. അത് രേഖകളിൽ വേലായുധൻ താമസിക്കുന്ന വീട് KSEB-യുടേതാണ്. എൻ്റെ കാരണന്മാരായിട്ട് ഉള്ള സ്ഥലം അത്. അപ്പോൾ കൃഷി ചെയ്തങ്ങനെ ജീവിച്ചു പോയിരുന്നു. ഈ വർഷം സർക്കാരിൽ നിന്ന് വീട് അനുവദിച്ചു. അത് NOCക്ക് ചെന്നപ്പോൾ NOCക്കിനെ പട്ടയമില്ലാത്തതെന്ന് പറഞ്ഞ് KSEB-യുടെ സ്ഥലമെന്നും പറഞ്ഞ് വിലക്കിയിരിക്കുന്നത്. 1965-ലാണ് കല്ലാർകുട്ടിയിൽ ഡാം നിർമ്മിക്കുന്നത്. ഇതിന് പിന്നാലെ ഡാമിന്റെ പരമാവധി സംഭരണ ശേഷിയിൽ നിന്നും 200 മീറ്റർ കുത്തന് മുകളിലേക്ക് വരുന്ന പ്രദേശങ്ങൾ സംരക്ഷിത മേഖലയായി വിജ്ഞാപനം ചെയ്തു. എന്നാൽ ഇവിടെ താമസിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. വേലായുധനെ പോലെ ഈ മേഖലയിൽ ദുരിതം അനുഭവിക്കുന്ന 3500-ഓളം കുടുംബങ്ങളുണ്ട്. ഈ ഡാം പണിത കാലഘട്ടങ്ങളിൽ 1 രൂപ പോലും നഷ്ടപരിഹാരം കൊടുക്കാതെ ആളുകളുടെ കൃഷിഭൂമി ഏറ്റെടുക്കുക ചെയ്തത്. 1 രൂപ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. ഒരു സർക്കാർ രേഖകളിൽ നഷ്ടപരിഹാരം കൊടുത്ത് പ്രദേശത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ചതാണെങ്കിൽ പറയട്ടെ, സർക്കാർ പറയട്ടെ, എത്ര കാലഘട്ടം ഇതിങ്ങനെ സഹിക്കാൻ പറ്റും? പലരും 1940-ലെ GMF പദ്ധതി പ്രകാരം കുടിയേറിയവരുടെ പിന്മുറക്കാരാണ്. പട്ടയമില്ലാത്തതിനാൽ ഒരു സർക്കാർ ആനുകൂല്യവും ഇവർക്ക് ലഭിക്കുന്നില്ല. മതിയായ നഷ്ടപരിഹാരം ലഭിച്ചാൽ ഇവർ കുടിയിറങ്ങിപ്പോകാൻ പോലും തയ്യാറാണ്. നിസാരം സ്വർണം പണയം വെച്ചാൽ കിട്ടുന്ന ആനുകൂല്യം പോലും ഞങ്ങൾക്ക് കിട്ടില്ല. കാരണം കരമടച്ച രസീതില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഈ ഒന്നുകിൽ ഞങ്ങളെ ഇറക്കി വിടുക, പ്രതിഫലം നിന്ന് ഇറക്കി വിടുക. ഇപ്പോൾ പുതിയ പ്രോജക്റ്റ് എല്ലാം നടപ്പാക്കുമ്പോൾ നല്ല പ്രതിഫലം കൊടുത്താണ് അവരെ ഇറക്കി വിടുന്നത്. ആ നീതി ഞങ്ങളോടും കാണിച്ചാൽ മതി, ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. സമാനമായ പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന ഇടുക്കിയിലും ഇരട്ടയാറും 7 ചെയിൻ 10 ചെയിൻ മേഖലകളിൽ പട്ടയം നൽകാൻ സർക്കാർ നടപടി സ്വീകരിച്ചു. എന്നാൽ ഇതിൽ നിന്നും കല്ലാർകുട്ടിയിലെ ദുരിതബാധിതരെ തഴയുകയായിരുന്നു. മുഖ്യമന്ത്രി വീണ്ടും ഇടുക്കി ജില്ലയിലെത്തുമ്പോൾ തങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കല്ലാർകുട്ടിയിലെ പട്ടയ അവകാശ സംരക്ഷണ വേദി. വീരു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.